ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്താണെന്നറിയാമോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ ഇങ്ങനെ ഈ ഒത്തിരി പൊടിയൊക്കെ പിടിക്കും കേട്ടോ. ഈ നമ്മൾ പൊടിയിലൊക്കെ പണിയെടുക്കുമ്പോൾ ഇന്നലെ ഷോപ്പൊക്കെ അടിച്ചു വാരിയിട്ട് ആകെ പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ എത്ര ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടുണ്ടെങ്കിലും മുഖത്തൊരു ഒരു ക്ലിയർ വരികയല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ചെറിയ ടിപ്സാട്ടോ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ എന്താണെന്ന് അറിയാം, 3 ചേരുവകൾ മാത്രമാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്. നമ്മൾ പുറത്തൊന്നും പോയിട്ട് ഇനി വാങ്ങിക്കുക പൈസ കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ ഇതുണ്ടോ, ഇതെന്താണെന്നറിയാമോ? നമ്മുടെ പെരിഞ്ജീരകം, വലിയ ജീരകം എന്ന് പറയുന്നില്ലേ, ഇത് വലിയ ജീരകം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ, പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫുൾ തരി വേണ്ട, ചെറിയ ഫുള്ളായിട്ട് പൊടിയേണ്ട, ചെറിയ തരി വേണം കേട്ടോ. വലിയ ജീരകം പൊടിച്ചെടുത്ത പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടിയത് നമ്മുടെ സുന്ദരി തേന് കേട്ടോ. തേനാണ് വേണ്ടിയത്, തേന്, ജീരകം. ഇനി അതിൻ്റെ കൂടെ വേണ്ടിയത് എന്താണെന്നറിയാമോ? നമ്മുടെ തൈര് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈര് എടുക്കരുത് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള തൈരേ എടുക്കാവുള്ളൂ കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് ഞാൻ ഉറയൊഴിച്ച് വെച്ച തൈരാണ്. ഫ്രിഡ്ജിലിരുന്ന് ചെറിയ തണുപ്പും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ മുഖത്തിന് നല്ല സൗന്ദര്യം കിട്ടും കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയാമോ? ഇതിന് തന്നെയല്ല, നമ്മൾ പ്രധാനമായിട്ടും കരിമങ്ങല്യം വരുന്നവർക്കാണ് ഇത് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഈ കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഉണ്ടാകുന്ന കറുപ്പുകളുണ്ടല്ലേ, ആ കറുപ്പുകൾക്കൊക്കെ ഇത് നല്ല ഒരു ഔഷധം തന്നെ പറയാം കേട്ടോ. അത്രയും നല്ലതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ലതാണ്, മുഖത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണെന്ന് പറയുക, ഞാൻ ഈ പാത്രത്തിലെടുക്കാൻ കാരണം ബാക്കിയുണ്ടേ നമുക്ക് ഇത് അടച്ച് അവിടെ ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെയും ചെയ്യാം. അതുകൊണ്ടാട്ടോ ഇത് എടുക്കുന്നത്. അല്ല, നമുക്ക് പാത്രം ഇങ്ങനത്തെയാണ്, അടപ്പ് പാത്രം അല്ലേ, അടച്ചവിടെ വെച്ചാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതെടുത്തിട്ട് ഇത് നമുക്കൊരു 2 ദിവസമൊക്കെ ഉപയോഗിക്കാനുണ്ടോ. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് തേൻ മതി കേട്ടോ. അത് തേൻ ഒഴിച്ച് കൊടുക്കുവാണേ. ഉണ്ടല്ലേ, ഇത് മതി തേന്. പിന്നെ നമുക്ക് വേണ്ടിയത് തൈരാട്ടോ. അപ്പോൾ നമുക്ക് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് നല്ലപോലെ ജോയിൻ്റ് ആകാൻ മാത്രമുള്ള തൈരും ഇതൊക്കെ ഒഴിച്ച് കൊടുത്താൽ ഒരു സ്പൂൺ തൈരാട്ടോ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. തൈര്, വലിയ ജീരകം, പിന്നെന്താ, തേന്. അപ്പോൾ നമ്മൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പിന്നെ രാവിലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് തേച്ചിട്ട് സ്ക്രബൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിനി ബാക്കി ഇന്നത്തെ പണികളൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അറിയാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്നേ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിനിയിപ്പം എത്ര ജോലി തിരക്കാണേലും കൂട്ടുകാരെ, നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കളറിലുണ്ടോ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് ശ്രദ്ധിക്കണം കേട്ടോ. എത്ര തിരക്കുള്ളവരാണേലും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങിയാലോ. ഇതുണ്ടല്ലേ, തേക്കട്ടെ. ഇങ്ങനെ നമ്മൾ മുഖം മൊത്തം അങ്ങോട്ട് ആദ്യം തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എൻ്റെ ബാക്ക് ക്യാമറയ്ക്ക് ക്ലിയർ കുറവാട്ടോ, അങ്ങോട്ട് ക്ലിയർ കിട്ടുന്നില്ല. നമ്മൾ ഫ്രണ്ട് ക്യാമറ വെക്കുന്ന പോലെ അല്ല, കുറച്ച് ക്ലിയർ കുറവുണ്ടേ. അപ്പോൾ ഈ നമ്മൾ പെരുംജീരകം നന്നായിട്ട് പൊടിച്ചിട്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ, നല്ലൊരു സുന്ദരി മണമുണ്ട് ഇതിന്. ഇനി ആർക്കും ഇതിന് ചീത്ത മണമെന്നൊന്നും പറഞ്ഞ് തേക്കാതെ ഒന്നും ഇരിക്കണ്ട കേട്ടോ. ഇതെന്താ പറയുക, പെരുംജീരകത്തിൽ ചെറിയ പൊടിയുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു സ്ക്രബുണ്ട് നമുക്ക് കേട്ടോ. ആദ്യം നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ മൂക്കിൻ്റെ ഇവിടേക്കല്ല നമുക്ക് ഒത്തിരി ചിലവ് വരുന്നത്, മൂക്കിൻ്റെ തുമ്പത്ത്, പിന്നെ കണ്ണിനിവിടെ, ഇങ്ങനെയൊക്കെ ആട്ടോ. കൂടുതൽ പേർക്ക് ഈ ഒരു കരിമങ്ങലും കയറി വരുന്ന ഈ ഭാഗത്തു കൂടെ, ഇങ്ങനെ നെറ്റീൻ്റെ ഈ ഭാഗത്തു കൂടെ ഇങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാകും കേട്ടോ, ഒത്തിരി ഉണ്ടാകലുണ്ട്. അതിനൊക്കെ നല്ലൊരു ഔഷധം കേട്ടോ ഇത്. നമ്മൾ എന്തൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മുടെ മുഖമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കൂട്ടുകാരെ. നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ ബ്യൂട്ടീഷ്യൻ അടുത്ത് പോകുക ഒന്നും വേണ്ടതേ, നമുക്ക് ഇതുപോലത്തെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ എല്ലാവർക്കും ചെയ്യാനായിട്ട് ഭയങ്കര മടിയാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെറിയ യോഗകളൊക്കെ ചെയ്യുവാണെങ്കിൽ
എപ്പോഴും നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക, കാത്തു സൂക്ഷിക്കാൻ, ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരിക്കുക. എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, ഇതെന്താ എന്നും ഒരുപോലെ ഇരിക്കുന്നതെന്നുള്ളത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒത്തിരി ഭക്ഷണമൊന്നും എനിക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല. ആവശ്യത്തിന് നല്ല ഭക്ഷണം മാത്രമേ ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഫുള്ള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മുഖത്ത് ഒരു ക്ലിയർ കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്യാമറേൻ്റെ കണ്ണിലോട്ടൊന്നും ആവരുതേ. പ്രധാനമായിട്ട് നമ്മുടെ ഈ മൂക്കിൻ്റെ ഈ 2 ഭാഗത്തായിട്ടാണ് വരുന്നത്, തുമ്പിലും. ഇത് മുഖം നന്നായിട്ട് വെളുക്കും കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകൾ മാത്രമായിട്ടോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാ നമുക്ക് അതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇനി നേരമില്ലാത്തവർക്കാകുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ ഇങ്ങനത്തെ അടപ്പ് പാത്രത്തിലെടുക്കുന്നത്. അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പ് മാറിയിട്ട് വേണം കേട്ടോ നിങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞില്ല, ഇനി നമുക്ക് നന്നായിട്ട് ഇത് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അരച്ചിട്ട് അതിൻ്റെ നമ്മളെ ആ പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ടേ. ഇതാ സ്ക്രബ് പെരുംജീരകത്തിൻ്റെ ആ തരിയുള്ളത് കൊണ്ട് നല്ലതാണ് കേട്ടോ. ഈ എണ്ണമഴുക്ക് എത്രയായാലും നമ്മുടെ പൊടി എണ്ണമഴുക്കൊക്കെ മുഖത്ത് പറ്റിയിരിക്കുക, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാട്ടോ ഇത്. ഇത് അധികം നേരം സമയമൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ട, നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയം മാത്രം വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതുണ്ടല്ലേ, പിന്നെ ഇതൊരു മുഖത്തിൻ്റെ ഒരു വ്യായാമം കൂടെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും കൂടെ പറയാം കേട്ടോ. ഈ 2 കൈയിലോട്ടും കൂടി ഇങ്ങനെ ആക്കിയിട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ആക്കി കൊടുക്കുക. നല്ലൊരു വ്യായാമമാട്ടോ ഇത് വരുന്നത്. കവിള് കണ്ടില്ലേ, അങ്ങനെ വലിച്ചു കൊടുത്താണ്ടോ കവിള് നല്ല സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. അതേപോലെ നെറ്റിയിലൊക്കെയുള്ള ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. നമുക്ക് ആ ചുളിവുകൾ ഉണ്ടാകുകയില്ല. ഇവിടെയൊക്കെയുള്ള കറുത്ത പാടുകൾ, ഇവിടെ നമുക്കൊരു ചുളിവ് വരികയില്ല, ആ ചുളിവൊന്നും ഉണ്ടാകുകയില്ല കേട്ടോ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. ഇപ്പോൾ കൂട്ടുകാരെ, നമുക്കിനി ഒന്ന് കഴുകി നോക്കിയാലോ. ഇപ്പം ഞാൻ പോയി കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മൂക്കൊക്കെ കഴുകി കണ്ടില്ലേ വന്നത് കണ്ടോ. പക്ഷേ ഈ ക്യാമറേൻ്റെ ഒരു ക്ലിയർ കുറവുണ്ട് കേട്ടോ. ക്യാമറയ്ക്ക് എനിക്ക് ഇച്ചിരി ക്ലിയർ കുറവുണ്ട്, അതാണ് ഇതാ ഉണ്ടോ. നല്ലൊരു എന്താ പറയുക, മുഖത്ത് നല്ലൊരു സോഫ്റ്റ്, നമ്മുടെ ആ പരുപരിപ്പൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കവിള് ഇങ്ങനെ ആക്കി കൊടുത്താൽ നല്ലൊരു ഇത് കിട്ടും. അത് തേച്ചതിന് ശേഷം അതുപോലെ ഇവിടുത്തെ ചുളിവുകൾ, നെറ്റിയിലൊക്കെ ഇവിടെയൊക്കെ ചുളിവുണ്ടാകില്ലേ. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താ പറയുക കൂട്ടുകാരെ, ഈ കരിമങ്ങലിൽ വരുന്നവരെന്തായാലും നമ്മളിത് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒരു പൈസ മുടക്കം ഇല്ലാത്തതാണ് കേട്ടോ. ഇങ്ങനെ ഒക്കെ ചെയ്ത് കൊടുത്താൽ നമ്മൾ എത്ര ജോലി തിരക്കാണേലും നമ്മളെ ശരീരം നമ്മൾ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ഷുഗർ, കൊളസ്ട്രോളോ അങ്ങനത്തെ ഒന്നും വരികയല്ല കേട്ടോ. കണ്ടില്ലേ. പിന്നെ ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒരു ടിപ്സും കൂടി ഉണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളല്ലാതെ ഞാൻ എൻ്റെ മുഖത്ത് വേറെ ഒന്നും ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് നല്ല സോഫ്റ്റായിട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാട്ടോ ഇരിക്കുന്നത്. നല്ല ഉഷാറായില്ലേ നോക്കിക്കേ. അപ്പം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയും വേണം നമുക്ക് അടുക്കളയിലോട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കണം. ഇന്ന് പിന്നെ ഏകാദശി കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് വ്രതമാണേ. അപ്പോൾ അരിഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ കൂട്ടുകാരെ? നിങ്ങളെല്ലാവരും പരമാവധി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നെപ്പോലെയൊക്കെ ഉള്ള പ്രായമാകുമ്പോൾ ഈ 50 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും മുഖത്തിനാകും ഒരു ഇതൊക്കെ വരുന്നതാണ്. അപ്പം അതിനൊക്കെ നല്ലൊരു ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് മാത്രമാണ് ഞാൻ പറയുള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ കാണാം. ബായ്.